സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഞങ്ങൾ ഈ ഒരു പാക്കേജ്, ഈ ഒരു ഡ്രയറും ഈ ഒരു പാക്കിംഗ് മെഷീനും ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള 2 മെഷീനുകൾ അത് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകും. അതേപോലെ തന്നെ ഇതിൻ്റെ മേക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കി അറിയാം. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ GI മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2 കോട്ടിങ് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നു. ഈ ഡ്രയറിനോടൊപ്പം തന്നെ ഈ ബൾക്ക് ഡ്രയർ അല്ലെ ബക്കറ്റ് ഡ്രയറിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ റെയിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടെ വരുന്നതാണ്. ഇനിയിപ്പോൾ ഈ ബക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ഡ്രയറിൽ നിന്ന് പുറത്തിറക്കുന്നത് നോക്കാം. ഈ റെയിലേ കൂടെ സാവധാനം ഇതാ നമുക്ക് തേങ്ങയോ മറ്റു കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേപോലെ പുറത്തേക്ക് എടുക്കാവുന്ന. വീട്ടാവശ്യമുള്ള മെഷീനുകളായാലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെഷീനുകളായാലും വളരെ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡ്രീം ലീഫ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്നിന് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏതൊരു മെഷീനും ഇവിടുന്ന് വിശ്വസിച്ച് വാങ്ങാം. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർമാരൊന്ന് പരിചയപ്പെടാം. ഹായ്. ഹലോ. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോബിൻ എന്നാണ്. കൂടെയുള്ളത് എൻ്റെ വൈഫാണ്. പേര് ആർലിൻ. MTech ഒക്കെ പഠിക്കുന്ന സമയത്തും ഈ ഡ്രയറുകളിൽ TCC ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതായത് പലതരത്തിലുള്ള ഡ്രയറുകളെ പറ്റിയുള്ള അതിൻ്റെ കേസ് സ്റ്റഡി, എങ്ങനെയാണത് ഫങ്ഷനിങ് ചെയ്യുന്നത്, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനും അതിൻ്റെ പെർഫോമൻസ് അനാലിസിസ് ഒക്കെ എടുക്കാനുള്ള നമുക്കൊരു അവസരം കിട്ടി. അതിൽ നിന്നാണ് നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴാണല്ലോ നമുക്കൊരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഇത് വരുന്നത്. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെയാണ് നമ്മൾ ഡ്രയർ സെക്ഷനിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇവിടുന്ന് ഏതൊരു മെഷീനും വാങ്ങാം എന്നുള്ള കാര്യം. അതിനൊരു കാരണമുണ്ട്. അതാണ് ഈ പറയാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ 2 പേരും ചില്ലറക്കാരല്ല. ഇപ്പോൾ ചോദിക്കട്ടെ, ഏതൊക്കെ കാര്യത്തിലാണ് പേറ്റന്റ് ഉള്ളത്? നമുക്ക് ഡ്രയറിന്റെ ഒരു ഫയർവുഡ് ഡ്രയറിന്റെ കമ്പഷൻ ചേമ്പറിന് നമുക്ക് ടെമ്പററി പേറ്റന്റ് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല. ടെമ്പററി പേറ്റന്റ് ഡിസൈൻ പേറ്റന്റ് കൊടുത്തു. പിന്നെ അതേപോലെ ഫാം ട്രോളിയാണ് നമുക്കിപ്പം നിലവിൽ പേറ്റന്റ് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ പൗൾട്രി ഫാമിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഫ്രാറെഡ് ബ്രൂഡറിന് നമ്മൾ പേറ്റന്റ് പെൻഡിങ് ആണ്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഇന്നോവേഷൻസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള നമ്മൾ ഇതിനകത്ത് ഈ ഫീൽഡിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മളിവിടെ R&D ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പിന്നെ MTech മെഷീൻ ഡിസൈനാണ് കഴിഞ്ഞത്. വൈഫ് ആർലിൻ. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. അപ്പോൾ ഈ 2 പേരുടെയും കൂടെ രണ്ടുപേരും കൂടെ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് സത്യം പറഞ്ഞാൽ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, 2 പേരുടെ ഐഡിയ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും അല്ലേ. ഞാൻ മെക്കാനിക്കൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. പുള്ളിക്കാരത്തി ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് മെഷീൻ വാങ്ങിയ ഒരു ക്ലയൻറ്റാണ് ഞങ്ങളെ ഇവരോട് കണക്ട് ചെയ്തത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പല സ്ഥാപനത്തിൽ നിന്ന് മെഷീൻ വാങ്ങാറുണ്ടാവും. പക്ഷേ ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ട് ഇവിടെ വിളിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ കഴിവുള്ളവരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ എടുത്തു പറഞ്ഞ കാര്യം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ആലോചിക്കില്ലേ? ഇപ്പോൾ നിലവിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കാപ്പിക്കുരു ഉണക്കുന്ന ഡ്രയർ നിലവിൽ കാപ്പിക്കൊക്കെ നല്ല നമുക്ക് ആ ഒരു മെഷീൻസിലൂടെ വരുമ്പോഴേക്കും എന്തൊക്കെയാണ് അവരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മെഷീൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യമുണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ മെഷീൻസ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് ആയിട്ട് മാത്രമല്ല അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അല്ലേ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അതായത് വീടിനോട് ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങുന്നവർക്ക് ഇപ്പോൾ എന്തൊക്കെ മെഷീൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, ആ മെഷീൻസ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. കൂടാതെ നമ്മൾ ഡീലർഷിപ്പിൽ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. എടുത്ത് അസംബിൾ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അവർ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നമുക്ക് ആദ്യം ഡ്രയർ ഒന്ന് കണ്ടാലോ? അല്ലേ? തീർച്ചയായിട്ടും. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊതുവേ കാണുന്ന ഡ്രയറുകളിലെ മോഡലുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് അത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഒത്തിരി മോഡൽസ് ഉണ്ട്. അതിനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ഡ്രയറുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതവിടെ കാണാം. പലതരത്തിലുള്ള ഡ്രയറുകൾ, പല ആവശ്യങ്ങൾക്കുള്ള ഡ്രയറുകൾ. അത് തേങ്ങ ഉണക്കുന്നതും ഇലക്ട്രിക്കൽ മാത്രമല്ല ഫയർവുഡിലും ഡ്രൈ ചെയ്യുന്ന ഡ്രയറുകളുണ്ട്. പിന്നെ അതേപോലെ ബൾക്ക് ഡ്രയർ, ബക്കറ്റ് ഡ്രയറുകളുണ്ട്. അതേപോലെ തന്നെ ക്യാബിനറ്റ് ഡ്രയറുകൾ, കാപ്പിക്കുരു ഏലമൊക്കെ ഉണക്കുന്ന ഡ്രയറുകൾ, അങ്ങനെ ഒരുപാട് മോഡൽ വെറൈറ്റിയിലുള്ള ഡ്രയറുകൾ നമുക്കിവിടെ
സ്ഥാപനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഷൂട്ട് തുടങ്ങിയ സമയത്ത് എന്തൊക്കെ ഈ ഡ്രയറുകളിൽ ഉണക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെയൊക്കെ ഉണങ്ങിയ ഫോമാണ്. ഉണങ്ങുമ്പോഴേക്കും എങ്ങനെ വരുന്നതെന്നാണ്. ഇത് മീറ്റാണ് കേട്ടോ, ഈ ട്രേയിലിരിക്കുന്ന ഉണങ്ങിയ മീറ്റാണ് ഇതേ ഇരിക്കുന്നത്. കണ്ടോ, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചേർക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അതെ ഈ ഒരു ട്രേ, അടുത്ത ട്രേയിൽ നമ്മൾ വെച്ചതെന്ന് പറഞ്ഞാൽ ചക്കയാണ് കേട്ടോ. കണ്ടോ, നല്ല പൊട്ടിക്കാൻ പറ്റും, ക്രിസ്പി ആയിട്ടുള്ള അല്ലേ, ക്രിസ്പി ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ നമുക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കും. ആ ഡ്രയർ ഇനി അടുത്ത് നമ്മൾ ഈ ഡ്രയറിൽ വെച്ചത്, ഈ ഡ്രയറിൽ നമ്മൾ വെച്ചത് പഴമാണ് ഇതിൽ വെച്ചത്. നോക്കിയേ, എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ? അടിപൊളി, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആണ്. ഒരു തേൻ പോലത്തെ സബ്സ്റ്റൻസ് ഇതിന് കവറിങ് വരും, നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. ഈ എണ്ണയൊക്കെ ഉപേക്ഷിക്കുന്നവർക്ക് ഈ രീതിയിൽ ഡ്രൈ ചെയ്ത് ഉപയോഗിച്ച് നല്ല ടേസ്റ്റിൽ കഴിക്കാനും പറ്റും അല്ലേ, അവരാഗ്രഹം തീരും. അപ്പോൾ നമ്മളിപ്പോൾ പഴം ഡ്രൈ ആയിരിക്കുന്ന കണ്ടു. ഇനി അടുത്ത് ജാതിപത്രി ഉണ്ട്. ഓൾറെഡി ജാതിപത്രിയാണ്, കണ്ടോ. അതെ, കണ്ടോ, ഭംഗി നോക്കി ഉണങ്ങിയപ്പോഴേക്കും. എനിക്ക് ആദ്യം അറിയേണ്ടതേ എന്താണ് ഈ ഡ്രയറുകൾ. കൂടാതെ ഒരു ഡ്രയർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരു ഡ്രയർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ ഡ്രയർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും? ഒരു വീട്ടിലുള്ള കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ സാധനങ്ങൾ കിട്ടണമെന്നായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്ത് മേടിച്ചാലും അതിനകത്ത് മായം കലർത്തിയതായിരിക്കും. നമുക്ക് പക്ഷേ നമുക്ക് ആ സാധനത്തോടുള്ള കൊതി കൊണ്ടോ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമ്മളത് മേടിക്കും, വാങ്ങാൻ പ്രത്യേകിച്ച് കുട്ടികളുടെ ഫുഡൊക്കെ. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഓരോ പാക്ക് ചെയ്ത് ഓരോ സാധനങ്ങൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് എത്രത്തോളം വൃത്തിയുണ്ടെന്നോ എത്രത്തോളം വേറെ എന്തൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി, മീന്, മില്ലറ്റ്സ്, കുറെ പേര് കൊണ്ടുവന്നൊരു സാധനമാണ് മുരിങ്ങയില. ഇതൊക്കെ ഉണക്കി പൊടിച്ച് വീട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിദേശത്ത് മക്കളുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇറച്ചി മീനും കറക്റ്റായിട്ട് ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പം പാവയ്ക്ക, ഏത്തപ്പഴം ഉണക്കിയത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് സാധനം ഉണ്ടോ, ചക്കയോ ചക്കയുണ്ടെങ്കിൽ ചക്കയുടെ സീസൺ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉപയോഗം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉണക്കമീനിന്റെ കേസ് അല്ലേ. ഉണക്കമീനിന്റെ കാര്യത്തിൽ അതെ ഇടക്കിടക്ക് ന്യൂസ് വരുന്നതാണ്, ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ഉണക്കമീനിൽ പൊതുവെ മായമുണ്ട്. എത്ര ന്യൂസ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള സാഹചര്യത്തിലല്ല അവർ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ, എന്നിട്ട് നമുക്ക് വാങ്ങേണ്ടി വരുന്നുണ്ട്. അതെ, അപ്പൊ എന്തുമാത്രം വിഷം നമ്മുടെ ഉള്ളിൽ. പക്ഷെ നമുക്ക് അതിന്റെ കൊതി കാരണം നമുക്കത് വാങ്ങാതിരിക്കാനും പറ്റില്ല. പക്ഷേ ഈ ഒരു ചെറിയ ഡ്രയർ, വീട്ടിലേക്കുള്ള ഡൊമസ്റ്റിക് ആവശ്യത്തിന് ആയിട്ടുള്ള ഡ്രയറുകൾ മുതൽ കൊമേഴ്സ്യൽ ആയിട്ടുള്ള അല്ലേ ഡ്രയറുകൾ വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ഡ്രയർ നിങ്ങൾ വീട്ടിൽ ചെറിയ കാശുള്ള കേട്ടോ, എമൗണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഈ ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായ മുളക്, മല്ലി, എല്ലാ സാധനങ്ങളും എന്തൊക്കെ നിങ്ങൾ ഡ്രൈ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ഡ്രൈ ചെയ്ത് ഉപയോഗിക്കാം. അതും പവർ കൺസംപ്ഷൻ എങ്ങനെയാണ് ഇതിന്റെ? ഇത് 250 വാട്ട്സ് വരുന്നുള്ളൂ, ചെറിയൊരു വളരെ ചെറിയ. അതെ, അതേ വരുന്നുള്ളൂ. സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യും. നമ്മൾ സാധാരണ ഇതിൽ തന്നെ വർക്ക് ചെയ്യും. ചില ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലെ ഇതിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. വീട്ടാവശ്യമുള്ള എല്ലാം സിംഗിൾ ഫേസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണക്കമീൻ്റെ ക്വാളിറ്റി കൊണ്ടൊന്ന് കാണിച്ചില്ല, അതിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ട്രേ എടുക്കുകയാണ്. ഈ ട്രേയിലേക്ക് ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഉണക്കിയെടുത്ത ഉണക്കമീനാണ്. അതിൻ്റെ ക്വാളിറ്റി നോക്കിയേ. ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ആർക്കായാലും വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന മായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വലിയ എമൗണ്ട് വരുന്നില്ല ഇതൊന്നും. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ ഡ്രയറുകൾ വീട്ടാവശ്യത്തിന് ഒരു ഡ്രയർ അല്ലേ, ഒരു വീട്ടിൽ ഡ്രയർ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഡ്രയർ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വീട്ടമ്മയെ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് ചെറിയൊരു സംരംഭം കൂടെ സ്റ്റാർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള സ്ത്രീകൾക്ക് തന്നെ വിറ്റ് കഴിഞ്ഞാൽ ചെറിയ വരുമാനം അതിൽ നിന്ന് തുടങ്ങാം. അതെ, വീട്ടാവശ്യത്തിന് എടുക്കുകയും ചെയ്യാം, പുറത്ത് നമുക്ക് സെയിലും ചെയ്യാം അല്ലേ. അതിന് വേണ്ട ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞൻ ഡ്രയറും ഇതിൽ കാണുന്ന ഇത് സീലിംഗ് മെഷീൻസ് ആണ്. ഇതിൽ ഒരു ചെറിയൊരു സീലിംഗ് മെഷീൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? 2000 രൂപയുടെ ഈ ഒരു സീലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സംരംഭം തുടങ്ങാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഉണക്കമീൻ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീലിംഗ് മെഷീനിൽ നമുക്ക് പാക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള കടകളിൽ കൊടുത്തു. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്
അല്ലേ മാർക്കറ്റ് വരുന്നവർക്ക് അതെ അവർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആൾക്കാർ എന്തായാലും മാർക്കറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. ഈ ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇനി പറയാൻ പോകുന്നത് ഓരോ ഡ്രയറിന്റെ മോഡലുകളാണ് അല്ലേ. നമുക്ക് മോഡലുകൾ കാണിച്ചു കൊടുക്കാം. ഓക്കെ ഡൊമസ്റ്റിക്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ. അത് നമുക്ക് തുടങ്ങാം. ഡ്രീം ലീഫ് ടെക്നോളജീസിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങൾക്കും നമ്മൾ 1 ഇയർ സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ടായിട്ട് നമ്മൾ നമ്മുടെ സർവീസ് ടീമിനെ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഡ്രയറുകളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെന്ത് പ്രൊഡക്റ്റ് ആയാലും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെലിവറിയും കൊടുക്കുന്നുണ്ട്. ഡെലിവറി ചാർജ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിരിക്കും വരുന്നത്. അത് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്കൊരു സെർട്ടൺ ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ചെറിയ 2 മോഡൽ ഡ്രയറുകളാണ്. ഇതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന ടേബിൾ ടോപ്പ് ഡ്രയറുകളാണ്. വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അതേപോലെ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഡ്രയറുകളാണിത്. നമ്മൾ ഈ കാണുന്ന ഈ ഡ്രയറിൽ 7 ട്രേ ആണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഇന്നർ ബോഡിയും ട്രേ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. നമുക്ക് ഈ കാണുന്ന പോലെ മീനോ ഇറച്ചിയോ അതേപോലെ തന്നെ പച്ചക്കറികളോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഉണക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ഇതിൻ്റെ കൺട്രോൾ പാനലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MCB ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു തെർമോസ്റ്റാറ്റ്, പിന്നെ ഒരു ഹീറ്റർ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ഇത് ഏകദേശം 250 വാട്ട്സ് ആണ് ഇതിന് വരുന്നത്. ഏകദേശം നമുക്ക് 24 മണിക്കൂറിൽ പോലും 3 യൂണിറ്റിൽ താഴെ നമുക്കിത് കൺസംഷൻ വരുന്നുള്ളൂ. ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമോസ്റ്റാറ്റ് ആ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും അതിന് മുകളിലേക്ക് വിടാതെയും സഹായിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിന് തൊട്ടടുത്ത മോഡലാണ്, അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. ഇത് 4 ട്രേ ആണ് വരുന്നത്. ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ ട്രേകളാണ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പാവയ്ക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഗ്രേഡ് 304 ഫുഡ് ഗ്രേഡ് സ്റ്റീൽ തന്നെയാണ് ഇതിൻ്റെ ഇന്നർ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൺട്രോൾ പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്കൊരു ടൈമറും കൂടെ കാണാം. നമുക്ക് ഉണങ്ങുന്ന സാധനത്തിന് ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പം എൻറ്റയർ ഡ്രയർ ഷട്ട് ഡൗൺ ആയി നമുക്ക് സാധനം ഉണക്കായിട്ടുള്ള സാധനം നമുക്ക് എടുത്ത് പാക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്കും പിന്നെ അതേപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ സുഖമായിട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ ഡ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം കണ്ട ഈ മോഡലിൻ്റെ വില വരുന്നത് 14,500 ആണ്, ഇൻക്ലൂഡിങ് ടാക്സ് അടക്കമുള്ള റേറ്റ് ആണത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് 4 ട്രേ മോഡൽ സ്റ്റീൽ ഡ്രയറാണ്. ഇതും കൂടുതൽ ആവശ്യക്കാർ കുറച്ച് ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് കൂടുതലും കൊണ്ടുപോകുന്നത്. കൊക്കോ അതേപോലെ തന്നെ ജാതിപത്രി, കുടംപുളി ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഉണക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഇറച്ചി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണക്കാം. ഇത് 4 തട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഇപ്പം ചക്ക നമുക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും കൺട്രോൾ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ MCB ഉണ്ട്, അതേപോലെ ടൈമർ ഉണ്ട്, തെർമോസ്റ്റാറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തെർമോസ്റ്റാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം 45 കിലോ വെയിറ്റ് ആണ് ഈ ഡ്രയറിന് വരുന്നത്. ഇത് നമുക്ക് സബ്സിഡി സ്കീമിൽ അവൈലബിൾ ആണ്. ഇത്രയാണ് ഈ ഡ്രയറിൻ്റെ വിശേഷം. അടുത്ത് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന 7 ട്രേയുടെ മോഡൽ ഡ്രയറുകളാണ് ഇത് വരുന്നത്. ഇത് 2 തരത്തിൽ അവൈലബിൾ ആണ്. GIയിലും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും അവൈലബിൾ ആണ്. ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന രീതിയിലും അവൈലബിൾ ആണ്. ഇതിൽ ഏകദേശം ഇത് 1200 വാട്ട്സ് ആണ് വരുന്നത്. നമുക്ക് സിംഗിൾ ഫേസിൽ തന്നെ യൂസ് ചെയ്യാം. ഏകദേശം ഒരു 100 തേങ്ങ കപ്പാസിറ്റിയാണ് ഈ ഒരു മോഡൽ ഡ്രയറിന് വരുന്നത്. ഇതിൽ ടൈമർ ഫെസിലിറ്റി ബാക്കി എല്ലാ ഫെസിലിറ്റിയും മറ്റു ഡ്രയറിലുള്ള പോലെ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയ്ക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയറിയാം. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ GI മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2 കോട്ടിങ് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. പിന്നെ ഫുഡുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ഏരിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകാർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നാളികേരം അതേപോലെ മറ്റുള്ള സാധനങ്ങൾക്ക് തുരുമ്പ് പിടിക്കാത്ത സാധനങ്ങൾക്ക് നമുക്ക് GI ഡ്രയറുകളും അവൈലബിൾ ആണ്. കൂടുതലായിട്ടും ഈ 2 മോഡലുകൾ കൊണ്ടുപോകുന്നത് വീട്ടമ്മമാരാണ്. അതേപോലെ തന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ മോഡലിലെ സ്റ്റാർട്ടിങ് ഡ്രയറുകളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മോഡൽ ഡ്രയറുകൾ വെച്ചിട്ട് ചെറുകിട സംരംഭകർ പുതുതായിട്ട് സംരംഭത്തിലേക്ക് വരുന്നവരൊക്കെ ഈ മോഡൽ ഡ്രയറുകളാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. പിന്നെ അതേപോലെ ചെറിയൊരു മില്ല് തുടങ്ങുന്നവർക്ക് തേങ്ങ, മല്ലി, മുളകൊക്കെ ഉണക്കുന്നവർക്കും ഈ ഡ്രയർ വളരെ ഉപകാരപ്രദമാണ്. അവരും ഇത് കൂടുതലായിട്ട് കൊണ്ടുപോകും. പിന്നെ അതേപോലെ തന്നെ ജാതിപത്രി ഡ്രയർ ആയിട്ടും ഇത് ഉപയോഗിക്കാം. ജാതിപത്രി കർഷകർ, കുടംപുളി കർഷകർ അവരും ഈ ഡ്രയർ, പിന്നെ കൊക്കോ ഉണക്കുന്നവർ, കൊക്കോ ബീൻസ് ഉണക്കാൻ വേണ്ടിയിട്ടും ഈ ഡ്രയർ കൂടുതലായിട്ട് നമ്മൾക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. നേരത്തെ കണ്ട 7 ട്രേ ഡ്രയറിൻ്റെ തൊട്ടടുത്ത മോഡൽ ഡ്രയറാണ്. ഏകദേശം 14 ട്രേ മോഡൽ ഡ്രയറാണിത്. ഇത് നമുക്ക് കൊമേഴ്ഷ്യൽ മോഡലിലെ ഏറ്റവും 2ാമത്തെ സ്റ്റേജിൽ വരുന്ന വലിയൊരു ഡ്രയറാണ്. ഇത് കൂടുതലും കൊണ്ടുപോകുന്നത് ഒരു മില്ലുകാർ, അവർക്ക് മുളക്, മല്ലി കാര്യങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറുകിട സംരംഭകരുമാണ് ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഏറ്റവും എടുക്കുന്നത്. ഇത് ഇന്നർ ബോഡിയും ട്രേയും സ്റ്റീലാണ് വരുന്നത്. അതേപോലെ തന്നെ 2 ചേമ്പറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചൂട് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം. ഇതിലും നമുക്ക് ടൈം വേണമെന്നുണ്ടെങ്കിലും അതേപോലെ ചൂട് നമുക്ക് 2 ചേമ്പറിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാം ജാതിക്ക ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ജാതിക്ക
പിന്നെ അതേപോലെ തന്നെ ജാതി പത്രി ഉണക്കിയത്. ഇതൊരു മൾട്ടി പർപ്പസ് ഡ്രയറും കൂടെയാണ്. ഇതിനകത്ത് നമുക്ക് മീനോ ഇറച്ചിയോ പിന്നെ അതേപോലെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തും നമുക്ക് കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യോഗട്ട് ഇൻക്യുബേറ്ററാണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ചിട്ട് യോഗട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു യോഗട്ട് ഇൻക്യുബേറ്റർ. ഇതിൽ നമുക്ക് 100 ml ഏകദേശം 200 കപ്പുകൾ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാം. നിങ്ങൾക്കറിയാലോ യോഗട്ടിൻ്റെ മെഡിസിനൽ വാല്യൂസ്, അതേപോലെ തന്നെ ഇതൊരു പ്രോബയോട്ടിക് ഫുഡാണ്. നമുക്ക് പിള്ളേർക്കോ ഇല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ നല്ല ബാക്ടീരിയ കൾച്ചർ വയറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോബയോട്ടിക് ഫുഡുകൾ സഹായിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ യോഗട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞൻ മെഷീനാണ്. ഇത് വീട്ടിലെ ഉപയോഗത്തിന് ഒത്തിരി ആൾക്കാർ മേടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇതേപോലെ ഒരു മെഷീൻ വെച്ചിട്ട് റൂക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കോഴിക്കോട് ലുലു മാളിലേക്ക് അവർ യോഗട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏകദേശം നമുക്ക് 200 കപ്പോളം യോഗട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം 100 ml. അതേപോലെ തന്നെ ഏകദേശം നമുക്ക് ബാക്ടീരിയ നല്ല രീതിയിൽ കൾച്ചറായി കിട്ടുന്നുണ്ട്. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ഇൻക്യുബേറ്ററാണ്. ഓക്കെ, ഈ ഏറ്റവും ചെറിയ യോഗട്ട് ഇൻക്യുബേറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 38,500 ആണ്. ഈ കാണുന്ന മോഡൽ മുതലാണ് നമ്മുടെ DL ഡ്രയറുകൾ, ഹൈബ്രിഡ് ഡ്രയറുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതൊരു 10 ട്രേ ഡ്രയറാണ്. ഇതിൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനിലാണ്, അതായത് മൾട്ടി പർപ്പസ് ഡ്രയർ കൂടാതെ ഇതിൽ നമുക്ക് ഇലക്ട്രിക്കലിലും വർക്ക് ചെയ്യും, അതേപോലെ തന്നെ ഫയർവുഡിലും നമുക്ക് വർക്ക് ചെയ്യിക്കാം. ഇവിടെയാണ് നമ്മൾ വിറക് കാര്യങ്ങളൊക്കെ ഇട്ട് തീ കത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുക കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നു. ചൂട് മാത്രമേ നമ്മൾ എല്ലായിടത്തേക്കും എടുക്കുന്നുള്ളൂ. പുക യാതൊരു കാരണവശാലും അകത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കളർ ക്വാളിറ്റിയിൽ നമുക്ക് തേങ്ങയോ മറ്റു എന്ത് സാധനം വേണമെങ്കിലും ഉണക്കി ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ വിറകിൽ മാത്രം ഉപയോഗിക്കുന്ന ഡ്രയറിന് സ്മാമിൽ സബ്സിഡി അവൈലബിൾ ആണ്. പിന്നെ ഇത് 2 ഫ്യൂവലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലായിരിക്കും എല്ലാ ഡ്രയറും ഇലക്ട്രിക് ഡ്രയറുകൾക്കൊക്കെ കൺസംഷൻ കൂടുതൽ. ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വിറകിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 65-70 ഡിഗ്രി ഈ വിറകിൻ്റെ സഹായത്തോടുകൂടിയിട്ട് ചൂട് അത്രയും എത്തിയതിന് ശേഷം റണ്ണിങ് നമുക്ക് ഇലക്ട്രിക്കലിലേക്ക് മാറ്റി ഉപയോഗിക്കാം. അതുകൊണ്ട് 2 മോഡിലും ഈ ഡ്രയർ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് ഈ ഒരു ഡ്രയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു ബക്കറ്റ് ഡ്രയറാണ്. ബക്കറ്റ് ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനുള്ളിൽ നമുക്ക് തേങ്ങയോ മറ്റു സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഉണക്കാം. ഇതിന് വേറൊരു വിളിപ്പേരും കൂടെ ഉണ്ട്, ബൾക്ക് ഡ്രയറിനും കൂടെ വിളിപ്പേരുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഉള്ളിൽ വീലുള്ള ഒരു ബക്കറ്റ് കാണാം. ഈ ബക്കറ്റ് നമുക്കൊരു റെയിലിൻ്റെ സഹായത്തോടുകൂടിയിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറക്കാം. ഇനി അതിനകത്ത് പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം നമുക്ക് തേങ്ങയോ മറ്റു സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൂട്ടിയിട്ട് ഉണക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഉണക്കിയതിന് ശേഷം ഈ വീലുള്ള ട്രോളി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് ഇറക്കി ഇതിനകത്ത് സാധനങ്ങൾ അൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഏകദേശം നമുക്കൊരു തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1250 തേങ്ങ 30 മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എണ്ണ എടുക്കാൻ പാകത്തിനുള്ള പരുവത്തിലായി നമുക്ക് കിട്ടുന്നതാണ്. ഏകദേശം ഇതിന് വില വരുന്നത് 2,12,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്, ഇൻക്ലൂഡിങ് ടാക്സ്. പിന്നെ ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ, ടൈം, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ പവർ കൺസംഷൻ വരുന്നത് ഒരു മണിക്കൂറിൽ ഏകദേശം 5 യൂണിറ്റാണ്. ഇതിൻ്റെ ടോട്ടൽ വാട്ടേജ് വരുന്നത് 8000 വാട്ട്സ് ആണ് ഇതിൻ്റെ കണക്റ്റിംഗ് ലോഡ് വരുന്നത്. ഈ ഡ്രയറിനോടൊപ്പം തന്നെ ഈ ബൾക്ക് ഡ്രയർ അല്ലെ ബക്കറ്റ് ഡ്രയറിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ റെയിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടെ വരുന്നതാണ്. ഇനിയിപ്പോൾ ഈ ബക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ഡ്രയറിൽ നിന്ന് പുറത്തിറക്കുന്നത് നോക്കാം. ഈ റെയിലേ കൂടെ സാവധാനം നമുക്ക് തേങ്ങയോ മറ്റു കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേപോലെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് പുറത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഡോറ് നമുക്ക് ആവശ്യാനുസരണം തുറക്കുകയോ സാധനങ്ങൾ പുറത്തെടുക്കുകയൊക്കെ ചെയ്യാം. ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ തേങ്ങാ കർഷകർക്കാണ്. നമുക്ക് കൂട്ടിയിട്ട ഒരു സാധനം ഡ്രയറിനകത്ത് നിന്ന് എടുക്കാനും അതേപോലെ തന്നെ ഡ്രയറിനകത്തേക്ക് തിരിച്ച് കയറ്റാനും ഇതേപോലത്തെ ഒരു ബക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഉപകാരമാണ്. ഓക്കെ, ഇതാണ് ഒരു ക്യാബിനറ്റ് ഡ്രയർ എന്ന് വിളിപ്പേരുള്ള റീസർക്കുലേറ്റിംഗ് ഡ്രയറാണിത്. ഇതിനകത്ത് നമുക്ക് കാപ്പിക്കുരു, ഏലക്ക എന്നീ കാര്യങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ട് നമുക്ക് കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. ഇതിനകത്തിപ്പോൾ നമ്മൾ കാപ്പിക്കുരു ഉണക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കാപ്പിക്കുരു ഉണക്കി ഏകദേശം 30 മണിക്കൂർ കൊണ്ട് നമുക്ക് കാപ്പിക്കുരു ഈ ഒരു രീതിയിലേക്ക് നല്ല രീതിയിൽ നമുക്ക് പരിപ്പ് നല്ല രീതിയിൽ ഉണങ്ങി വരുന്നുണ്ട്. ഏകദേശം ഒരു 100 കിലോ കാപ്പിക്കുരു ഇടുകയാണെങ്കിൽ എന്തായാലും 40 കിലോയിലേക്ക് അത് കൃത്യമായിട്ട് 30 മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഒരു ബ്ലോവർ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു ബ്ലോവർ സിസ്റ്റം കാണാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ പാനൽ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. കൺട്രോൾ പാനൽ വരുന്നത് ഇത് ഡ്രയറിനോട് ചേർന്നല്ല, ഡ്രയറിനോട് മാറി അതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അതിൽ നമുക്ക് ടെമ്പറേച്ചർ, ടൈം കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ ഡ്രയറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡിങ്ങിനൊരു ഡോറാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ അൺലോഡിങ്ങിന് വേറൊരു ഡോറാണുള്ളത്. 100 കിലോ കപ്പാസിറ്റി ഉള്ളൊരു പ്രോട്ടോടൈപ്പാണ് ഇത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കാപ്പിക്കുരു കാര്യങ്ങളൊക്കെ ഏകദേശം 100 കിലോ വരെ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാം. ഏകദേശം 30 മണിക്കൂർ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഉണക്കിയെടുക്കാം. ഓക്കെ, നമ്മളോട് ഡ്രയർ വാങ്ങുന്ന കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ ഡ്രയർ എന്താണ്, അതേപോലെ തന്നെ ഡീഹൈഡ്രേറ്റർ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്,
അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡ്രയറുകളുണ്ട്. ട്രേ ഡ്രയറുകളുണ്ട്, ക്യാബിനറ്റ് ഡ്രയറുകളുണ്ട്, ബൾക്ക് ഡ്രയറുകളുണ്ട്. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എല്ലാ സാധനങ്ങളും എല്ലാത്തിലിട്ട് ഉണക്കാൻ പറ്റുമോ? ഇതിനൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ളൊരു മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. അതായത് ആദ്യമേ തന്നെ നമുക്ക് ഡ്രയറും ഡീഹൈഡ്രേറ്ററും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. അതായത് പൊതുവേ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ടെക്നിക്കലി നമ്മൾ ഈ വാട്ടർ കണ്ടൻറ്റ് വെളിയിലെടുക്കുന്ന പ്രോസസ്സുകളെല്ലാം ജനറലായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ പല മെത്തേഡുകളുണ്ട്. കൂളിംഗ് ഡീഹൈഡ്രേഷൻ, ഇല്ലെ കൂളിംഗ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, അതേപോലെ തന്നെ ഹീറ്റിംഗ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഇല്ലെ ഹീറ്റിംഗ് ഡീഹൈഡ്രേഷൻ. ഇനിയിപ്പം ഡ്രയറുകളിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്നില്ല മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ പൊതുവേ വരുന്നത് ഡ്രയറുകളിൽ ഹീറ്റ് കണ്ടൻറ്റ് കൊടുത്തിട്ട് ഒരു ചൂട് കൊടുത്തിട്ട് നമ്മൾ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ ഉണക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ നമ്മൾ 35 ഡിഗ്രി മുതൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ടെമ്പറേച്ചറിൽ നമ്മളൊരു സാധനത്തെ ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ പ്രോസസ്സ്. അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണക്കുന്ന സാധനത്തിൻ്റെ ന്യൂട്രിയൻ വാല്യൂസ്, അതേപോലെ തന്നെ അതിൻ്റെ അരോമ, അതിൻ്റെ മറ്റു ഗുണങ്ങളൊന്നും പോവാതെ തന്നെ നാച്ചുറലായിട്ട് അത് ഉണങ്ങി നമുക്ക് എടുക്കാവുന്നതാണ്. അതിന് കുറേ കൂടെ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള അതിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ പൊതുവേ ഡ്രയറുകളിലാണെന്നുണ്ടെങ്കിൽ ഉണക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 45 ഡിഗ്രി മുതൽ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ വരെയാണ് ഡ്രയറുകളിൽ ഇല്ലെങ്കിൽ പൊതുവേ ഡ്രയറുകളിലുള്ള ടെമ്പറേച്ചർ വരിക. അതായത് ചിലപ്പോൾ അതിൽ ഉണക്കുന്ന സാധനങ്ങളുടെ കളർ ക്വാളിറ്റിയോ ഇല്ലെങ്കിൽ അതിൻ്റെ മറ്റു ന്യൂട്രിയൻ വാല്യൂസ് ഒന്നും പ്രശ്നമില്ലാത്ത സാധനങ്ങളായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് തുണി ഉണക്കുന്ന ഒരു ഡ്രയറിലാണെന്ന് പറയും. പക്ഷേ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊരു ഡീഹൈഡ്രേറ്ററിലാണ് നമ്മൾ ഉണക്കേണ്ടതും. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കളറും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡ്രയറുകളുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ട്രേ ഡ്രയറുകളിലെല്ലാം നമ്മൾ പാരലായിട്ട് ഹീറ്റ് ഫ്ലോ സെറ്റ് ചെയ്തിട്ടാണ് അതിൽ ഡ്രൈയിങ് പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്യാബിനറ്റ് ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ടൊരു ക്യാബിനറ്റിൽ കൂട്ടിയിട്ടാണ് ഉണക്കുന്നത്. അത് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം മറ്റതിനെ അപേക്ഷിച്ച് കൂടുതൽ കൊള്ളു സാധ്യതയുള്ളതും ക്യാബിനറ്റ് ഡ്രയറുകളിലാണ്. അതുകൊണ്ടാണ് ഈ ഏലക്ക, കാപ്പിക്കുരു, ഇതൊക്കെ തേങ്ങ, മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്യാബിനറ്റ് ഡ്രയറിലിട്ട് ഉണക്കാറുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു ഡ്രൈയിങ് പലതരത്തിലുണ്ട് ചെയ്യാം. നമുക്ക് ഹീറ്റ് കണ്ടൻറ്റ് കൊടുത്തിട്ട് ഡ്രൈ ചെയ്യാം, അതേപോലെ തന്നെ കൂളിംഗ് കൊടുത്തിട്ടും നമുക്ക് ഡ്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി പൊതുവേ ഡീഹൈഡ്രേറ്ററിലും ഡ്രയറുകളിലും പൊതുവേ നമ്മൾ കാണാറുള്ളത് ചെറിയൊരു ഹീറ്റ് കണ്ടൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്യാറുള്ളത്. ഇനി നേരെ മറിച്ച് നമുക്ക് തണുപ്പിച്ചിട്ടും ഒരു സാധനത്തിൽ നിന്ന് വാട്ടർ ഡിറ്റാച്ച് ചെയ്തെടുക്കാം, ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കാം. ഉദാഹരണത്തിന് നമ്മൾ AC നല്ലൊരു തണുത്തൊരു റൂമിൽ നമ്മൾ AC ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്ന കാണാം. അതും ഒരു തരത്തിൽ ഡ്രൈയിങ് പ്രോസസ്സാണ്. അത് കൂളിംഗ് ചെയ്തിട്ടില്ലേ, കൂളിംഗ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാക്വം ഡ്രയറുകളുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ടെമ്പറേച്ചർ കണ്ടൻറ്റിൽ തന്നെ അത് വാട്ടർ കണ്ടൻറ്റ് ആ സബ്സ്റ്റൻസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുകയും അത് ഫാസ്റ്റായിട്ട് ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ ഉണങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹീറ്റ് പമ്പ് ഡ്രയറുകളിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡ്രയർ നിങ്ങൾക്ക് വേറെ എവിടെ ചോദിച്ചാലും കിട്ടില്ല. ഇത് ബൾക്ക് ഡ്രയറിൽ തന്നെ മൾട്ടി ഫ്യൂവലിൽ വർക്ക് ചെയ്യുന്നൊരു ഡ്രയറാണിത്. ഇതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കലായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഫയർവുഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കാം, അതേപോലെ തന്നെ LPG ഗ്യാസ് ഉപയോഗിച്ചിട്ടും ഈ ഡ്രയർ നമുക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉൾവശം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബക്കറ്റ്, നേരത്തെ കണ്ട ബക്കറ്റ് ഡ്രയറിൻ്റെ പോലെ തന്നെയാണ് ബക്കറ്റ് കാണാകത്ത്. പിന്നെ ഇതിനും അതേപോലെ തന്നെ താഴേക്ക് ഇറക്കാനും മറ്റുമായിട്ട് റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ബക്കറ്റ് താഴെ ഇറക്കാതെ തന്നെ ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയോ മറ്റു കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ കമ്പഷൻ ചേമ്പർ ഇതിൻ്റെ പുറകിലാണ് വരുന്നത്. ഒരു ഡ്രയറിൻ്റെ അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ കത്തിക്കുന്ന ഭാഗം കൂടെ വരുന്ന ഒരു ഡ്രയറാണിത്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പഷൻ ചേമ്പറും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയാണ് നമുക്ക് തീ കത്തിക്കുന്ന ഭാഗം വരുന്നത്. ഈ ഡ്രയറിനോട് ചേർന്ന് തന്നെയാണ്. ഇനി നമുക്ക് കത്തിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് പുക സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ പുറയിൽ പോക്കണിലൂടെ പുറത്തേക്ക് പോകുന്നതാണ്. ചൂട് യൂണിഫോം ആയിട്ട് നമുക്കിതിൽ ഡിസ്ട്രിബ്യൂട്ടായി കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള സർക്കുലേഷൻ സിസ്റ്റം ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വിറകിലും മറ്റു ഫ്യൂവലിലും വർക്ക് ചെയ്യുന്ന ഡ്രയറുകളുണ്ടോ? ഇത് 2 ഫ്യൂവലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞു വിറകിൽ സ്റ്റാർട്ട് ചെയ്യുക, ആ ചൂട് ഏകദേശം ഒരു 70-75 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ അതിനെ 2 മോഡിലേക്കും രണ്ടാമത്തെ മോഡായ ഇലക്ട്രിക് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറച്ച് ഉപയോഗിക്കാം. ഇനി അതല്ല ഇലക്ട്രിസിറ്റി വേണ്ട, പൂർണ്ണമായിട്ടും വിറകിലാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഈ മോട്ടർ സർക്കുലേഷൻ മോട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു 1 HP
അതിന് വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള 1 HP പവർ കൺസംഷൻ മാത്രം നമ്മൾ അതിന് കൊടുത്താൽ മതി. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും യൂണിഫോം ആയിട്ട് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആ മോട്ടറിൻ്റെ ആ പവർ മാത്രം നമ്മൾ ഇതിന് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെയും കൺട്രോൾ പാനലിൽ നമുക്ക് ടൈമർ, അതേപോലെ തന്നെ തെർമോസ്റ്റാറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്തും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു ഡ്രയർ മോഡലുകളിലൊന്നാണിത്. ഉണക്കമീൻ നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ശേഷം ഉപ്പും മഞ്ഞളും തിരുമ്മി 70 ഡിഗ്രി സെൽഷ്യസിൽ 16 മണിക്കൂർ ഈ ഡ്രയറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രൈ ഫിഷ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇടിയിറച്ചി ഇതിനാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് മഞ്ഞളും ഉപ്പും തിരുമ്മി 70 ഡിഗ്രിയിൽ 18 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രയറിൽ നിന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടിയിറച്ചി ഉണ്ടാക്കാം. ഉണക്കി സൂക്ഷിക്കേണ്ട എല്ലാ സാധനങ്ങളും അല്ലേ നമുക്ക് ഈ ഡ്രയറിനെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ ഐറ്റവും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇത് വീഡിയോ കാണുന്നവരിൽ ഒരാൾക്കുള്ള സമ്മാനമാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡ്രയറും ഈ ഒരു പാക്കിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെറിയൊരു സംരംഭം തുടങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യം. പക്ഷേ എന്നാലും ഇതിൻ്റെ ബഡ്ജറ്റും എല്ലാം ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും പോലും ബഡ്ജറ്റ് കയ്യിലെടുക്കാനില്ലാത്ത സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഞങ്ങൾ ഈ ഒരു പാക്കേജ്, ഈ ഒരു ഡ്രയറും ഈ ഒരു പാക്കിംഗ് മെഷീനും ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള 2 മെഷീനുകൾ അത് സമ്മാനമായിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു സമ്മാനം ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വളരെ ചെറിയൊരു കാര്യമാണ്, വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ കൊണ്ടാവുന്ന ഗ്രൂപ്പുകളിലും എല്ലായിടത്തും ഷെയർ ചെയ്തതിന് ശേഷം നല്ലൊരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. കൂടാതെ കൃഷിമിത്ര TV എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെയും കാത്താണ് ഈ സമ്മാനം ഇവിടെ ഇരിക്കുന്നത്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.